हबीबा दमदीने हबीबा साहर यादेगी जमाए दबिसान और पावजुद बंदी बलेगी जमाए दमदीने हबीबा शोरज़े कड़ी गमज़ा शुंडे में उछे दनारंग पशान जड़ी गमज़ा दमदीने हबीबा शोरज़े कड़ी गमज़ा शुंडे में उछे दनारंग पशान जड़ी गमज़ा दपिराको की दीप मख बांधे बलेगी जमाए दबिसान और पावजुद बंदी बलेगी जमाए दमदीने हबीबा साहरम यादेगी जमाए दबिसान और पावजुद बंदी बलेगी जमाए दमदीने हबीबा तंग पर जंतर शुंदर हाचा तवयले नशम दगपट राजा मोहब्बत कार कवले नशम दगपट राजा मोहब्बत कार कवले नशम तंग पर जंतर शुंदर हाचा तवयले नशम दगपट राजा मोहब्बत कार कवले नशम सदा वतन लरी कुसी पलोबरी गिजमाए दबिसान और पावजुद बांधे बलेगी जमाए दमदीने हबीबा साहरम यादेगी जमाए दबिसान और पावजुद बांधे बलेगी। अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम नहमदुक या अल्लाह अला निअमिक वनश्कुरुक अला जज़ील करमिक वनस्अलुक जन्नतक वनऊज़ु बिक मिन अज़ाबिक नुसल्ली व नुसल्लिमु अला हबीबिक मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व अला आलिहि व सहबिहि अजमईन। अस्सलातु वस्सलामु अलैका या सय्यदना या रसूल अल्लाह खुद बिअयदीना क़ल्लत हीलतुना अदरिकना या रसूल अल्लाह। इलाही ला तुअज़्ज़िबनी फ़इन्नी मुक़िर्रुम बिल्लज़ी क़द कान मिन्नी। സമാധരണീയരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, നല്ലവരായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ഭൗമലോകത്ത് നാം കാണുന്നവയും കാണാത്തവയുമായി കോടിക്കണക്കിന് വസ്തുക്കൾ നിലനിൽക്കുന്നു. അവയിൽ അത്യുന്നതനാണ് മനുഷ്യൻ. മനുഷ്യന് ഈ ഔന്നിത്യം ലഭിക്കാനുള്ള കാരണം മനുഷ്യന്റെ ബുദ്ധിപരമായ വികാസമാണ്. ഈ വികാസം മനുഷ്യനെ ചന്ദ്രഗോളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പതാക എത്തിക്കുന്നിടത്ത് എത്തി നിൽക്കുന്നു. ചൊവ്വാഗ്രഹവും ചന്ദ്രഗോളവും കടന്നുപോയി സൂര്യനമ്മാവനെ തന്നെ കയ്യിലെടുക്കാൻ സാധിക്കുമോ എന്നാണ് ISROയിലെ കേരളീയരായ ബുദ്ധിജീവികൾ ഗൗരവപൂർവ്വം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബുദ്ധിപരമായി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചതിന് അടിവരയിട്ടുകൊണ്ട് എന്റെ ശബ്ദം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മതസ്ഥരും മതമില്ലാത്തവരുമായ സഹോദരങ്ങളോട് വളരെ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നത്, ചോദിക്കുന്നത്, മനുഷ്യന്റെ ബുദ്ധിപരമായ ഈ വികാസം കൊണ്ട് ലോകത്തെ സകലമാന സത്യങ്ങളെയും കണ്ടെത്താൻ സാധിക്കുമോ? വളരെ നിഷ്പക്ഷമായി ഈ രാജ്യത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു യാഥാസ്ഥിക പണ്ഡിതന്റെ വിലയിരുത്തൽ എന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്,
ഭൗമലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ പുരോഗമനപരമായ മാർഗങ്ങൾക്കെമ്പാടും സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശേഷ ബുദ്ധി, അതെന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന ക്വസ്റ്റ്യനു മറുപടി നൽകാൻ സാധിക്കുന്ന ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ അവർക്കെന്റെ സദസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഞാൻ വഴിമാറിത്തരും, നിങ്ങൾക്ക് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കളമൊരുക്കുന്ന വിശേഷ ബുദ്ധിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ ഈ ലോകത്തെ അനന്തമായ കോടിക്കണക്കിന് വസ്തുക്കൾക്കിടയിൽ നിന്ന് ആ വസ്തുക്കൾ നിൽക്കുന്ന ഭൂമിയെ ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തിൽ നിന്ന്, സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ നിന്ന്, ഗാലക്സി കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന വെൽക്കിവിയിൽ നിന്ന് മനുഷ്യനാകുന്ന 6 അടി പൊക്കമുള്ള കൊച്ചുജീവിയുടെ പുരോഗമന മാർഗരേഖ സ്വയം കണ്ടെത്തുക എന്നത് തീർച്ചയായും ബുദ്ധിപരമല്ല എന്നും മാത്രമല്ല പ്രായോഗികമായി അത് തെളിയിക്കപ്പെടുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകിയ അംബേദ്കറും ഗാന്ധിജിയും രാഷ്ട്രപിതാവടക്കമുള്ള നമ്മുടെ നേതൃത്വവും ബുദ്ധിപരമായി വളരാത്തതുകൊണ്ടല്ല, രാജ്യത്തിനു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രദ്ധേയമായ വലിയ ഭരണഘടന 50 ആണ്ടിനിടക്ക് 50-ലേറെ തവണ നാം മാറ്റി എഴുതേണ്ടി വന്നത്. ലോകത്തെ തന്നെ ലോകത്തിന്റെ 2/3 ഭാഗത്ത് സ്വാധീനിച്ചിരിക്കുന്ന സോഷ്യലിസം സ്വന്തം രാഷ്ട്രത്തിൽ 70 വർഷം കൊണ്ട് കുഴിച്ചു മൂടപ്പെടുന്ന ചിത്രം നാം കാണേണ്ടി വന്നതും എംഗൽസും കെറൽ മാർക്സും ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ടല്ല. അവരൊക്കെ വളരെ പ്രബുദ്ധരും ഉന്നതരുമായിരുന്നു. പക്ഷേ 50 വർഷം പോയിട്ട് 5 വർഷത്തിനിടക്ക് എന്ത് ലോകത്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനും ഭൂമി ലോകത്തില്ല. സൂര്യനിൽ നിന്നൊരു പ്രകാശകിരണം ഭൂമി ലോകത്തെത്തണമെങ്കിൽ 8 മിനിറ്റ് സമയം പിടിക്കുമെന്നാണ് ശാസ്ത്രമതം. അപ്പറഞ്ഞതിന്റെ അർത്ഥം നാം നോക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യഗോളത്തിൽ ശക്തമായൊരു പൊട്ടിത്തെറിയുണ്ടായാൽ ഒരു മലയാളിയായ അബ്ദുറഹിമാനും സുധാകരനും അത് മനസ്സിലാകണമെങ്കിൽ 8 മിനിറ്റ് കാത്തു നിൽക്കണം. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, മനുഷ്യന്റെ ബുദ്ധിപരമായ വികാസത്തിന് ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ട് മനുഷ്യന്റെ പുരോഗമനത്തിന്റെ മാർഗരേഖ സ്വന്തമായി കണ്ടെത്താൻ മനുഷ്യന് സാധിക്കില്ല. ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യേതരനായ ഒരു സൃഷ്ടാവിന്റെ നിയമത്തെ അനുസരിക്കേണ്ടി വരുന്നത്. ആ സൃഷ്ടാവിന്റെ നിയമമാണ് മതമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ നമുക്കവയെ പരിചയപ്പെടാം. فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. ഓ മനുഷ്യ വിഭാഗമേ, فإما يأتينكم നിങ്ങൾക്ക് വന്നാൽ മിന്നി, നിങ്ങൾ നിൽക്കുന്ന ഭൂമി നിൽക്കുന്ന സൗരയൂഥം നിൽക്കുന്ന ഗാലക്സി നിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ അധിപനായ, നിർമ്മാതാവായ, നിയന്ത്രകനായ, സൃഷ്ടാവായ, സംഹാരകനായ എന്നിൽ നിന്ന് വന്നാൽ അൽ ഹുദ, ജീവിത ദർശനം വന്നാൽ, ഫമൻ തബിയ ഹുദായ, ആരെങ്കിലും എന്റെ മാനിഫെസ്റ്റോ അനുസരിച്ച് ലോകത്ത് ജീവിക്കാൻ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാനില്ല, വലാഹും യഹ്സനൂൻ, അവർ ഖേദിക്കേണ്ടി വരികയുമില്ല. അതേസമയം ഫമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എന്റെ തിയറിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അവന് കുടുസായ ജീവിതമാണ് വരാനിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിത് പറയാനുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ലോകത്ത് നേരത്തെയൊക്കെ 50,000 എന്ന് കേൾക്കുമ്പോൾ ആവേശമായിരുന്നു ആളുകൾക്ക്. ഇന്ന് ജപ്പാനിലും അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലുമൊക്കെ 50,000 എന്ന് കേൾക്കുമ്പോൾ അറ്റാക്ക് ആവുകയാണ്. കാരണം ഓരോ കമ്പനിക്കാരും 50,000 തൊഴിലാളികളെ വീതം പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് തൊഴിലില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക രാഷ്ട്രങ്ങൾ മുഴുവനും ഇന്ന് കനത്ത പ്രതിസന്ധിയിലാണ്. അതിന്റെ പ്രതിധ്വനികൾ സ്വാഭാവികമായും UAE-യിലും ഗൾഫ് കൺട്രികളിലുമുണ്ട്.
ആ ഗൾഫ് കണ്ടിയിൽ വന്നിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സ്വാഭാവികമായും മലയാളക്കരയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. എറണാകുളത്തെ റിയൽ മേഖലയിൽ ശക്തമായി അത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവനും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിപണന മേഖലയിൽ മുഴുവനും ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിൽക്കുകയാണ്. നേരത്തെയൊക്കെ IAS-കാരനും IPS-കാരനും നിർമ്മാണാത്മകമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നൽകാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് IAS-കാരനെ നമ്മൾ പുതുതായി പഠിപ്പിച്ചിരിക്കുന്നത് കേവലം കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ലോക വിപണിയുടെ മൂല്യത്തിന്റെ ഉയർച്ചയും താഴ്ചയും പഠിക്കാൻ വേണ്ടി മാത്രമാണ്. കേവലം ഊഹക്കച്ചവടത്തിൽ ജനിക്കാത്ത കമ്പനികളുടെ ഓഹരി വിപണിയിൽ കണ്ണുനട്ട് ആ ഓഹരിക്ക് പണമിറക്കിക്കൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ വലിയ ഉന്നതന്മാരായ IAS-കാരും IPS-കാരും നമ്മുടെ രാജ്യത്ത് ജീവിച്ചു. പക്ഷേ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഈ സമ്പൽ സമൃദ്ധി ഒരൊറ്റയടിക്ക് കൂപ്പുകുത്തുകയും ലോക ഓഹരി വിപണി തകർന്നടിയുകയും ചെയ്യുക മാത്രമല്ല, ഊഹക്കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചവർ മുഴുവനും ആത്മഹത്യയുടെ മുനമ്പിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന 2 രാഷ്ട്രങ്ങളുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. അതിലൊന്ന് ചൈനയാണ്. ചൈനക്കാരനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരു ചൈനീസ് കടയിൽ കയറിയോ അച്ഛനെ വേണം, ഒരമ്മയെ വേണം, അല്ലെങ്കിൽ ഉമ്മയെ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ എടുത്തു തരാമെന്നാണ് മറുപടി, അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നാണ് മറുപടി. ലോകത്തെ സകലമാന കാര്യങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റ് സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ചൈനക്കാർ. അതേസമയത്ത് രണ്ടാമതൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇനി സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പോകുന്നത് എന്നാണ്. അതിലെ തമാശയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് 4000-ലേറെ രൂപ കടക്കാരനായിരിക്കുന്ന ഒരു രാഷ്ട്രത്തോടാണ് പറയുന്നത് ലോകം ഇന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്ന്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ലോകം അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രയാസത്തിന്റെ ഗൗരവത്തെക്കുറിച്ചാണ്. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോ എന്റെ ഉമ്മമാര് ചിന്തിക്കുന്നത് ഇയാള് വഴുതു പറയാൻ വന്നിട്ട് നല്ല ഹുബൈബ് റളിയല്ലാഹുവിന്റെ കഥ പറയുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇയാളിപ്പോ ഒരു കനത്ത പ്രതിസന്ധിയെ കുറിച്ചാണ് പരാമർശിക്കുന്നതിന് വഅലും പ്രതിസന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ്. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഏറെക്കാലം വൈകാതെ നമുക്കൊക്കെ ഈ പ്രതിസന്ധി അനുഭവപ്പെടും. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം വളർത്തിയെടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വല്ലതുമൊക്കെ വരുമാനത്തിന് ഇപ്പോഴുണ്ടാക്കി വെച്ചാൽ നമുക്ക് കിട്ടും. ഒരു 5 വർഷം കഴിഞ്ഞാൽ എറണാകുളത്തെ വൻകിട സമ്പന്നരൊക്കെ തന്റെ വീട് പെയിന്റ് ചെയ്യാൻ സാധിക്കാത്ത ദുരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. താഹിർ സഖാഫി പഠിച്ചു തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ആലങ്കാരികമായി ഉപയോഗിക്കുന്നതല്ല. UAE-യിലും ഗൾഫ് കൺട്രികളിലൊക്കെ പോയാൽ അതിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ 2 മാർഗങ്ങളാണ് ലോകം പരീക്ഷിച്ചത്. ഒന്നാമതായി സോഷ്യലിസമായിരുന്നു. സോഷ്യലിസം എന്താണ് ലോകത്തോട് പറഞ്ഞത്? സോഷ്യലിസം പറഞ്ഞത് പരമാവധി പണമുണ്ടാക്കുക, പരമാവധി പണമുണ്ടാക്കിയിട്ടോ ഉള്ള പണം മുഴുവനും ഗവൺമെന്റിന് നൽകുക. ഗവൺമെന്റ് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ആവശ്യമായ പണം ഓരോ ദിവസത്തേക്ക് അനുവദിച്ചു തരും. ഓർത്തു നോക്കൂ നിങ്ങൾ, ഈ എറണാകുളം ജില്ലയിലെ എല്ലാവരും ഇന്ന് ബിരിയാണി കഴിക്കുന്നു, നാളെ എല്ലാവരും പൊറാട്ടയും ബീഫും കഴിക്കുന്നു, അടുത്ത ദിവസം നമ്മളെല്ലാവരും നെയ്ച്ചോറും കോഴിയും കഴിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും ഒരുപോലെ ജീവിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച. ഇത് കേട്ടപ്പോ ലോകത്തിന്റെ 2/3 ഭാഗം സോഷ്യലിസത്തെ അംഗീകരിച്ചു. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് പണിയെടുക്കാൻ പോയാലും ഇല്ലെങ്കിലും എനിക്കിന്ന് ബിരിയാണി ഓക്കെയാണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് ചുമക്കാൻ പോയതുകൊണ്ട് എന്റെ ബിരിയാണി ബീഫ് ബിരിയാണിയിൽ നിന്ന് ചിക്കൻ ബിരിയാണിയായി ഉയരില്ല, അല്ലെങ്കിൽ അതൊരു മട്ടൻ ബിരിയാണിയായി വളരുകയില്ല. പിന്നെ ഞാനെന്തിനു പണിക്ക് പോകണം, ഞാനെന്തിനു വേണ്ടി കല്ല് ചുമക്കണം, ഞാനെന്തിനു വേണ്ടി അധ്വാനിക്കണം എന്ന ചിന്തയുടെ പരിണിതിയായി എല്ലാവരും AC റൂമിൽ നല്ല ഭംഗിയായി സുഖിച്ച് TV കണ്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. ഫലമെന്തായി? കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ആളില്ല, വ്യാവസായിക മേഖലയിൽ തൊഴിൽ ചെല്ലാൻ ആളുകളില്ല. സ്വാഭാവികമായും വ്യാവസായിക മേഖല തകർന്നുപോയി, കാർഷിക മേഖല തകർന്നുപോയി.
100% ജനങ്ങളും ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ലോകത്തിന്റെ മുന്നിൽ യാചിക്കുന്ന ചിത്രമാണ് സോഷ്യലിസം, ശാസ്ത്രീയ സോഷ്യലിസം ലോകത്തിന് നൽകിയത്. അപ്പോഴാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക, മറുഭാഗത്ത് ക്യാപിറ്റലിസം രൂപപ്പെട്ടു വന്നത്. സോഷ്യലിസത്തെ സമാപനം കുറിച്ചു എന്ന ആവേശം കൊണ്ട മുതലാളിത്തം, ആ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിച്ചത് എന്താണ്? പണമുണ്ടാക്കുക, എങ്ങനെയും പണമുണ്ടാക്കുക, പരമാവധി പണമുണ്ടാക്കുക. അങ്ങനെ പണമുണ്ടാക്കുവാനുള്ള ശക്തമായ ആഹ്വാനമാണ് മുതലാളിത്തം നൽകിയത്. ആ പണമുണ്ടാക്കാൻ ആദ്യമായി വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു. പഴയ കാലത്ത് ഈ ഇരിക്കുന്ന ഓരോരുത്തരും ധരിച്ചിരുന്ന ഷർട്ട് ജപ്പാനിന്റേതാണ്, നിങ്ങളുടെ വാച്ച് ജപ്പാനിന്റേതാണ്, നിങ്ങളുടെ പാൻസ് ജപ്പാനിന്റേതാണ്, നമ്മുടെ ഉമ്മമാർ ഉപയോഗിക്കുന്ന കുക്കർ മെഷീൻ ജപ്പാനിന്റേതാണ്, നമ്മുടെ ഉമ്മമാർ ഉപയോഗിച്ചിരിക്കുന്ന വാഷിംഗ് മെഷീൻ ജപ്പാനിന്റേതാണ്. പക്ഷേ ഇന്നത് പോയി. ലോക വിപണി മുഴുവനും ഇന്ന് ചൈന കീഴടക്കിയിട്ടുണ്ട്. ജപ്പാന്റെ ഒരു പ്രൊഡക്റ്റും ലോകത്തുനിന്ന് നമ്മൾ കാണുന്നില്ല. കൊറിയയുടെ പ്രൊഡക്റ്റുകൾ കുറഞ്ഞു വരുന്നു. എല്ലാ ഒന്നാം ലോക രാഷ്ട്രങ്ങളുടെയും പ്രൊഡക്റ്റുകൾ കുറഞ്ഞു. എന്തേ കാരണം? അവർ ചിന്തിക്കുന്നത് അധ്വാനിക്കാതെ ജീവിക്കാൻ കഴിയുമോ എന്നാണ്. അതിനവർ മാർഗം കണ്ടെത്തി. ഏറെ പണിയെടുക്കാതെ കുറുക്ക് വഴിയിലൂടെ ഒരു ദിവസം കൊണ്ട് പണമുണ്ടാക്കുവാനുള്ള പ്രായോഗിക മാർഗമെന്ത് എന്ന് ഒന്നാം ലോക രാജ്യങ്ങളെ അമേരിക്ക ഭംഗിയായി പഠിപ്പിച്ചു. അതെന്തായിരുന്നു? ലോകത്ത് മുഴുവനും ആയുധ വിൽപ്പന നടക്കണം. ആയുധമുണ്ടാക്കുവാനുള്ള അധികാരം ഒന്നാം ലോക രാജ്യങ്ങൾക്ക് മാത്രമാവണം. അങ്ങനെ ഒന്നാം ലോക രാജ്യങ്ങളിൽ മാത്രം ആയുധമുണ്ടാക്കുക, ബാക്കി ആർക്കും ആയുധം ഉണ്ടാക്കാനുള്ള അധികാരം നൽകരുത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇറാഖിൽ ബോംബ് വരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാനിൽ ബോംബ് സ്ഫോടനത്തിന് ആവശ്യമായ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നുവെന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നുക പാവം അമേരിക്കയിൽ ഇത്തരം ബോംബിങ്ങിന്റെ ഒരു സംവിധാനം ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. മനുഷ്യനെ തകർക്കാൻ ആവശ്യമായ ബോംബിങ്ങിനെതിരെ അമേരിക്ക ഉയർത്തുന്ന മുദ്രാവാക്യം ലോകത്തെ ഏറ്റവും കൂടുതൽ നിരായുധീകരണത്തിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, അമേരിക്ക ലോകത്തെ 100 തവണ കൊല്ലാൻ, 100 തവണ ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ആവശ്യമായ ആയുധപ്പുരയുടെ മുകളിലാണ് കിടക്കുന്നത്. പിന്നെ എന്താ ഇറാന് ആയുധമുണ്ടാക്കരുതെന്ന് അമേരിക്ക പറയുന്നത്? ഇറാഖ് ആയുധമുണ്ടാക്കരുതെന്ന് എന്താണ് അമേരിക്ക പറയുന്നത്? അതിന്റെ കച്ചവടത്തിന്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാണ്. ലോകത്ത് ആയുധങ്ങൾ മുഴുവനും വിൽക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ആയുധം ഉണ്ടാക്കുവാനുള്ള അധികാരം അമേരിക്കക്കും കൂട്ടാളികൾക്കുമായി. ഇനി അത് വിറ്റുകിട്ടണമല്ലോ. വിറ്റുകിട്ടണമെങ്കിൽ സ്വാഭാവികമായും യുദ്ധങ്ങൾ ഉണ്ടാവണം. അങ്ങനെ രാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കണം. ആ സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്ന പുതിയ പദ്ധതിയാണ് അമേരിക്ക കണ്ടെത്തിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ താജ് ഹോട്ടലിൽ ശക്തമായ സ്ഫോടനമുണ്ടായി, ഭീകരാക്രമണമുണ്ടായി. ആ ആക്രമണത്തിൽ പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെട്ടു, നിരപരാധികൾ, ധീരരായ രക്തസാക്ഷികളായ നമ്മുടെ ജവാന്മാർ പിടഞ്ഞു മരിച്ചു. അവിടെ ഓടിയെത്തിയത് 2 നേതാക്കളാണ്. ഒന്ന്, ഇന്ത്യക്കാരൻ മരിക്കുന്നതൊട്ടും സഹിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി. സ്വന്തം നാട്ടിൽ 3000 മനുഷ്യരെ പച്ചയിൽ ചുട്ടുകൊന്ന ഒരു മനുഷ്യന് ആ താജ് ഹോട്ടലിൽ മനുഷ്യർ മരിക്കുന്നതൊട്ടും സഹിച്ചില്ല. അയാൾ ഓടിയെത്തി. പക്ഷേ ജോർജ് ബുഷിനേറ്റിരിക്കുന്ന ചെരിപ്പേറിനേക്കാൾ കരുത്തതായി പോയി കാർക്കറയുടെ ഭാര്യ നൽകിയ സമ്മാനം എന്നത് മറ്റൊരു ഭാഗമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, അതേ സ്പീഡിൽ മറുഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് കൊണ്ടലീസ റൈസാണ്. ആരാണ് കൊണ്ടലീസ റൈസ്? മനുഷ്യർ മരിക്കുന്നതൊട്ടും സഹിക്കാത്തവളാണ്. നിങ്ങൾക്കറിയാം, ഫലസ്തീനിന്റെ മലമടക്കിൽ ഗാസ മുനമ്പിൽ മാതിലുകൾ അടച്ചുപൂട്ടി 15 ലക്ഷം മനുഷ്യ മക്കളെ കരമാർഗവും കടൽ മാർഗവും അതുപോലെ തന്നെ വ്യോമമാർഗവും ശക്തമായി ബോംബിംഗ് ചെയ്ത് ചുട്ടുകൊന്നുകൊണ്ടിരിക്കുമ്പോ അതൊന്നും കണ്ണിൽപ്പെടാതെ കൊണ്ടലീസ റൈസ് താജ് ഹോട്ടലിന് മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലെ നമ്മുടെ പ്രതിരോധ നേതാക്കന്മാർക്ക് വല്ലാത്ത ആവേശം കൊണ്ടു. പക്ഷെ കൊണ്ടലീസ റൈസ് ഇവിടെ കിടിലൻ പ്രസ്താവന നടത്തുമ്പോ മറുഭാഗത്ത് പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധം ഭംഗിയായി വിൽപ്പന നടത്തുകയായിരുന്നു. ഞാനിവിടെ പറയുന്നത്, സാമ്രാജ്യത്വം അല്ലെങ്കിൽ ക്യാപിറ്റലിസം, മുതലാളിത്തം പണമുണ്ടാക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചത് രാഷ്ട്രങ്ങൾക്കിടയിൽ സംഘട്ടനമുണ്ടാക്കുക എന്നാണ്. അങ്ങനെയാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലടിയുണ്ടായത്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായത്. ലോകത്ത് മുഴുവനും വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായത്. പതിറ്റാണ്ടുകൾ നീട്ടി നിൽക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടായത്. ആ യുദ്ധങ്ങളൊക്കെ പക്ഷേ ഇന്ന് അവസാനിച്ചു. എന്തേ കാരണം? ലോക രാഷ്ട്രങ്ങളുടെ ഖജനാവ് കാലിയാണ്. ആരുടെ കയ്യിലും ഇന്ന് പണമില്ല. പണമില്ലാതെ വന്നതുകൊണ്ട് തന്നെ ആ ഖജനാവ് കാലിയായതുകൊണ്ട് ആർക്കും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല.
ഇന്ത്യ പറയുന്നത് ഇന്ത്യ യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പാകിസ്ഥാൻ പറയുന്നത് യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഇങ്ങനെ യുദ്ധത്തെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമായി രാഷ്ട്രങ്ങൾ മുഴുവനും മാറും വിധം ലോക രാഷ്ട്രങ്ങളുടെ ഖജനാവ് മുഴുവനും കാലിയായി കിടക്കുന്നു. ഈ ഒരു പരുവത്തിൽ ഇനി എങ്ങനെ ആയുധക്കച്ചവടം നടക്കുമെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. അതിന് ലോക സാമ്പത്തിക രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന മുതലാളിത്ത രാഷ്ട്രം കണ്ടെത്തിയ മാർഗമാണ് ഭീകരവാദികൾ നിർമ്മിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1989 വരെ ലോകത്ത് ഭീകരവാദമെന്ന വേർഡ് കാര്യമായി പരിചയമില്ല. 1989 പ്രത്യേകത എന്താണ്? ഇറാന് അമേരിക്കൻ അനുകൂലമായ ഭരണകൂടം നഷ്ടപ്പെട്ട മാസമാണത്. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രങ്ങൾക്ക് എന്ന് പറയുന്ന എണ്ണ കമ്പനിയുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ അടിയൊഴുക്കുകൾ നടന്ന വർഷമാണത്. ആ വർഷത്തിലാണ് സ്വാഭാവികമായി ലോകത്ത് ഭീകരവാദികൾ ജനിച്ചത്. ആരാണ് ഈ ഭീകരവാദികൾക്ക് ജന്മം നൽകുന്നത്? അടിസ്ഥാനപരമായി പഠിച്ചു നോക്കുക. ഭീകരവാദികൾക്ക് മുഴുവൻ ജന്മം നൽകുന്നത് മുതലാളിത്ത രാഷ്ട്രങ്ങളാണ്, ഒന്നാം ലോക രാഷ്ട്രങ്ങളാണ്. ഭീകരവാദത്തിനു മതമില്ല. ഭീകരവാദികൾ നേരത്തെയൊക്കെ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ്, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ മുഴുവൻ ഭീകരവാദികളും മുസ്ലിങ്ങളാണെന്നാണ് പറഞ്ഞിരുന്നത്. മലേഗാവിന്റെ പ്രത്യക്ഷപ്പെടലോടുകൂടി സന്യാസിനി മഠത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട സൈനിക നേതൃത്വത്തിന്റെ ചെയറുകളെയും അധികാരങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ പ്രവിശ്യയിൽ നൂറുകണക്കിന് സായുധ ആക്രമണങ്ങൾ നടത്തിയ, ഭീകര സ്ഫോടനങ്ങൾ നടത്തിയ സന്യാസിനി ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു ഭീകരവാദത്തിന്റെ ഭീതിതമായ മുഖമാണ്, ക്രൈസ്തവ ഭീകരവാദത്തിന്റെ മുഖമാണ് മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്റെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കളോട്, എന്റെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കളോട്, എന്റെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഈ 1400 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മതമാണ് ഇന്ത്യയിൽ ഇസ്ലാം. ഈ 1400 വർഷത്തിനിടയ്ക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തൊരു ഭീകരവാദി ജനിച്ചില്ല? അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ആരോപിക്കുന്ന ഖുർആനിൽ ഭീകരവാദമുണ്ടെന്ന് സമർത്ഥിക്കുന്ന അതേ ഖുർആൻ ഇന്നത്തെക്കാളേറെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ആവേശപൂർവ്വം ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഉൾക്കൊണ്ടിരുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 1400 വർഷമായി ഭീകരവാദം ജനിച്ചില്ല? എന്തുകൊണ്ട് തീവ്രവാദം ജനിച്ചില്ല? അടിസ്ഥാനപരമായൊരു ചോദ്യമാണിത്. ഞാൻ ഇവിടെ നൽകുന്ന മറുപടി, 1400 വർഷമായി മുസ്ലിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചപ്പോ അവർക്ക് ഭീകരവാദികളാവേണ്ടി വരാതിരുന്നത് മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കും വിധമുള്ള ചില പ്രവണതകൾ 1300 വർഷങ്ങൾക്ക് ശേഷമാണ് രൂപപ്പെട്ടു വന്നത്. അതെന്തായിരുന്നു? പരിശുദ്ധ ഖുർആനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന സ്വഭാവം. പണ്ഡിതന്മാരിലൂടെ ഖുർആനെ കാണുന്നതിനു പകരം നേർക്കുനേർ അവനവന്റെ താല്പര്യമനുസരിച്ചും പരിമിതമായ അറിവിന്റെ വട്ടത്തിൽ നിന്നുകൊണ്ടും ഖുർആനെ വ്യാഖ്യാനിക്കുന്ന സ്വഭാവം നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഉണ്ടായി വന്നത് 1920കളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ലോകരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു വന്നത് ഈ ഒരു നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. ലോകത്താദ്യമായി സാമ്രാജ്യത്വം രൂപപ്പെടുത്തിയെടുത്ത ആദ്യത്തെ പ്രവണത തന്നെ ഖുർആനിനെ പണ്ഡിതന്മാരിലൂടെ മനസ്സിലാക്കിക്കൂടാ എന്നും, പണ്ഡിതന്മാരിലൂടെ മനസ്സിലാക്കുന്നതിന് പകരം പരിമിതമായ അറിവുകൾ വെച്ച് സ്വന്തമായി ഓരോരുത്തരും ഖുർആനിനെ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത് എന്നും ലോക ജനസമൂഹത്തെ പഠിപ്പിക്കുവാൻ സാമ്രാജ്യത്വം ബോധപൂർവം ശ്രമം നടത്തി. ആ ശ്രമത്തിന്റെ പരിണിതിയാണ് ലോകത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂട്ടുകാർ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ 24 ആയത്തുകളിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കുന്നു, ആ ഖുർആൻ ആയിരുന്നില്ലേ നിങ്ങളെ വാപ്പമാര് പാരായണം ചെയ്തത്, നിങ്ങൾ ഉപ്പാപ്പമാര് പഠിച്ചിരുന്നത്, ഉപ്പാപ്പമാരുടെ ഉപ്പാപ്പമാര് പഠിച്ചിരുന്നത്? നമ്മളെക്കാളേറെ മതബോധമുള്ളവരായിരുന്നില്ലേ നമ്മുടെ പൂർവ്വകാല ആളുകൾ? എന്തേ അവരിൽ നിന്നൊരു ഭീകരവാദി ജനിച്ചില്ല? എന്തേ അവരിൽ നിന്നൊരു തീവ്രവാദി ജനിച്ചില്ല? എന്തേ അവരിൽ നിന്നൊരു കുഴപ്പക്കാരൻ രൂപപ്പെട്ടു വന്നില്ല? അടിസ്ഥാനപരമായി ചിന്തിക്കണം.
പ്രത്യേകിച്ച് ഞാൻ എറണാകുളം ജില്ലയിലാണ് സംസാരിക്കുന്നത്. ഭീകരവാദത്തിന്റെ ചെറിയ മുഖങ്ങളൊക്കെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ രൂപപ്പെട്ടു വരുന്നോ എന്ന് ഭീതിയോടെ വീക്ഷിക്കപ്പെടേണ്ട ഒരു ജില്ലയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് വളരെ അപകടകരമായ ഈ പ്രവണത നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ നമ്മുടെ ഉപ്പാപ്പമാര് പഴയകാല തലമുറ ഭീകരവാദികളും തീവ്രവാദികളുമായില്ല, ഹിന്ദുവിനെ കൊല്ലൽ ആരാധനയായി മനസ്സിലാക്കിയില്ല, ക്രിസ്ത്യാനിയെ കൊല്ലൽ ഒരു ആരാധനയായി മനസ്സിലാക്കിയില്ല. അതിനൊരു കാരണമുണ്ട്. 24 ആയത്തുകൾ അവരെ കാണാതെ പോയതല്ല, മറിച്ച് ആ 24 ആയത്തുകളെ അവര് മനസ്സിലാക്കിയത് 10 പണ്ഡിതന്മാരിലൂടെയാണ്. എന്തായിരുന്നു ആ പണ്ഡിതന്മാർ? ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. എന്റെ ശബ്ദം ശപിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഷാഫഈ മദ്ഹബുകാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാഫഈ മദ്ഹബ് അനുസരിച്ചാണ് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചത്, ഷാഫഈ മദ്ഹബ് അനുസരിച്ചാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്, ഷാഫഈ മദ്ഹബ് അനുസരിച്ചാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത്, ഷാഫഈ മദ്ഹബ് അനുസരിച്ചാണ് എന്റെ സദസ്സിൽ വന്നവരൊക്കെ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുന്നത്. ആരാണ് ഇമാമുന ശാഫഈ? ആരാണ് ഇമാമുന ശാഫഈ? ലോക ചരിത്രം നമ്മോട് പറയുന്നത് 15 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമുള്ള പണ്ഡിതനാണ് ഇമാമുന ശാഫഈ. ബയോകെമിസ്ട്രി പറയുന്ന ഒരു സത്യം ഇതിനോട് കൂട്ടി വായിക്കുക. 3 ലക്ഷം മീറ്റർ മാത്രമേ ഒരു മനുഷ്യന്റെ ബ്രെയിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. 3,01,000 ഒരാൾ പഠിച്ചുപോയാൽ നേരത്തെ പഠിച്ചതിൽ നിന്ന് ഒന്ന് മറന്നിരിക്കണമെന്നാണ് ബയോകെമിസ്ട്രി അത്യാധുനിക ലോകത്തോട് വിളിച്ചു പറയുന്നതെങ്കിൽ 15 ലക്ഷത്തോളം ഹദീസുകൾ മാത്രമല്ല, ആ ഹദീസുകൾ സ്വഹീഹായിരുന്നോ അല്ലേ എന്നറിയാൻ 25 ലക്ഷത്തോളം വരുന്ന റിപ്പോർട്ടർമാരുടെ ജീവിത ഹിസ്റ്ററി ഒരേ സമയത്ത് മനപ്പാടമാക്കിയ പണ്ഡിതനാണ് ഇമാമുന ശാഫഈ. അവിടെയും അവസാനിച്ചിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ അറബി ഭാഷയിലുണ്ടായിരുന്ന ഈ വിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ 15 ലക്ഷത്തോളം ഗ്രാമർ പഠിക്കാവുന്ന അറബി കവിതകൾ മനപ്പാടമാക്കിയ പണ്ഡിതനാണ് ഇമാമുന ശാഫഈ. എന്റെ മുതഅല്ലിമീങ്ങൾ എന്റെ മുന്നിലുണ്ട്. നിങ്ങൾ ദഅവാ സ്റ്റുഡൻസ് ആണ്. നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ ദഅവാ സ്റ്റുഡൻസ് ആണ്. ഞാൻ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഞാൻ മതപരമായ കിതാബുകൾ കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ഭാരമാണ് ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഒരു മഹാസംഭവമാണ്. ഞാൻ പറയുന്നത് നാം വളരെ 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 ചെറിയ സംഭവമാണ് ചെയ്യുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ഉസ്താദ്. അദ്ദേഹത്തിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ, അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭാഗത്ത് ഭൗതിക വിവരം നേടുന്നതിന് വേണ്ടി 15 ലക്ഷത്തോളം വരുന്ന ഗ്രാമർ പഠിക്കാവുന്ന അറബി കവിതകൾ ഇമാം ഷാഫി പഠിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ദർസിൽ വെച്ച് 3 ബൈത്ത് വീതം ഉസ്താദ് ചൊല്ലിത്തരുന്നത് ഭംഗിയായി പഠിച്ച് 1000 ബൈത്ത് അൽഫിയ ഭംഗിയായി ഉസ്താദിന്റെ മുന്നിൽ അവതരിപ്പിച്ച ദിവസം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ പഠിച്ചതല്ല. നാടോടികളായ അറബികൾ ആറുമേച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ അറബികളെ അനുഗമിച്ചുകൊണ്ട് അവരതിനിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കവിതകൾ എല്ലിൽ എഴുതി വെച്ച് തന്റെ വീടിന്റെ പിൻഭാഗത്തൊരു പർവ്വതം കണക്കെ അതാ എല്ലിന്റെ പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം 15 ലക്ഷം ഹദീസിന്റെയും 25 ലക്ഷം സനദിന്റെയും 15 ലക്ഷം അറബി കവിതയുടെയും വിശുദ്ധ ഖുർആനിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് 24 ആയത്തുകളെ വ്യാഖ്യാനിച്ചപ്പോ ആ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന 24 ആയത്തുകൾ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളെ ഉണ്ടാക്കിയില്ല, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ ജനിച്ചില്ല. മറിച്ച് ആ ഭീകരവാദികളും തീവ്രവാദികളും ആകെ മാറുന്നതിന് പകരം സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും ആളുകളായി ഈ 24 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായം മാറി. എന്തേ കാരണം? പഠിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ചിലത് ഓർമ്മപ്പെടുത്തുന്നു. 24 ആയത്തുകളുടെ ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചു ഇസ്ലാം, സത്യമാണ്. പക്ഷേ 75 ആയത്തുകളിലൂടെ ജിഹാദിനെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ ശേഷമാണ് 24 ആയത്തിലൂടെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് എന്ന സത്യം ഒരിക്കലും മുസ്ലിങ്ങൾ മറന്നുപോകാൻ പാടില്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്,
പലപ്പോഴും നമുക്ക് വന്നുപെടുന്ന അബദ്ധം, പണ്ഡിതന്മാരിലൂടെ ഖുർആനെ മനസ്സിലാക്കാതെ നാം സ്വന്തമായി മനസ്സിലാക്കുകയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, പലപ്പോഴും നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? ഒരു ഭാഗത്ത് ഇമാം ഷാഫി നിൽക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 15 ലക്ഷത്തോളം ഹദീസിന്റെ വെളിച്ചത്തിൽ അതാ മതപരമായ ഒരു കാര്യം പറയുമ്പോ അതിന് വിരുദ്ധമായി ഖുർആനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആരാണ് ഞാൻ? 15 ലക്ഷത്തിനു പകരം എനിക്ക് 1.5 ലക്ഷം ഹദീസ് അറിയുമോ? ഇല്ല. എനിക്ക് 15,000 ഹദീസ് അറിയുമോ? ഇല്ല. 1500 ഹദീസ് അറിയുമോ? ഇല്ല. 150 ഹദീസ് അറിയുമോ? ഇല്ല. 15 ഹദീസ് ഞെരുങ്ങി പഠിച്ചിരിക്കുന്ന താഹിർ സഖാഫി 15 ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം ഷാഫി ഒരു കാര്യം പറയുമ്പോ അതിന് എതിരായി ഖുർആനിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നതിലെ വിവരക്കേട് മാത്രമല്ല, അബദ്ധത്തിന്റെ ഗൗരവം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും പുതിയ തലമുറക്ക് ബോധ്യപ്പെടാതെ വരുന്നത് ഇവിടെയാണ്. പലപ്പോഴും നമ്മൾ സാധാരണക്കാര് തെറ്റിദ്ധരിക്കാറുള്ളത് ഇവിടെയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൈ എവിടെ കെട്ടണമെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ആ കൈ കെട്ടാൻ പറഞ്ഞതുപോലെ ഈ സദസ്സ് മുഴുവനും നിസ്കാരത്തിൽ കൈ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായി നമ്മുടെ രാജ്യത്ത് താഹിർ സഖാഫി വരുന്നുവെന്ന് സങ്കല്പിക്കുക. എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? താഹിർ സഖാഫിയുടെ ഉസ്താദ് കാന്തപുരം ഉസ്താദ് പറയുന്നു സങ്കല്പിക്കുക. നമുക്ക് സ്വീകരിക്കാനൊക്കുമോ? ഇല്ല. ഞാൻ പറയുന്നത് 1 ലക്ഷം ഹദീസിന്റെ മനപ്പാടമുള്ള ഇമാം സുബ്കി തങ്ങൾ 15 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം ഷാഫിക്കെതിരെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. 5 ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം നബവി പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇല്ല. ഒരു ഭാഗത്ത് 15 ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിൽ ഖുർആൻ മനസ്സിലാക്കി മതവിധി പറയുന്നു ഒരു പണ്ഡിതൻ, മറുഭാഗത്ത് 15 ഹദീസ് പോലും വിവരമില്ലാത്ത ഒരു മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ സുന്നിയുടെ, ഞാൻ അങ്ങനെ ആരെയും വിമർശിക്കാനല്ല പറയുന്നത്, ഒരു പണ്ഡിതന്മാർ ഒരു വിധി പറയുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് കാന്തപുരം ഉസ്താദാണെങ്കിൽ പോലും ഇമാം ഷാഫി പറഞ്ഞതിന് വിരുദ്ധമായി പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, 15 ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി ലോകത്ത് ഒരു പണ്ഡിതനിന് പറയാൻ സാധിക്കണമെങ്കിൽ അതുപോലെ 15 ലക്ഷത്തെ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാനുള്ള ധൈര്യമുണ്ടായിരിക്കണം. അത് ലോകത്തില്ലാത്ത കാലത്തോളം തീർച്ചയായും ഏത് മന്ദബുദ്ധിയായ മനുഷ്യനും ബോധ്യപ്പെടുന്നത് 15 ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്ന ഖുർആനിലെ വിധികളായിരിക്കും യാഥാർത്ഥ്യത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ്. ഞാനതുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുകയല്ല. പക്ഷേ ആദ്യമായി ചെയ്ത അപകടം സ്വന്തമായി ഖുർആനെ സമീപിക്കുവാനുള്ള ആഹ്വാനമാണ് സാമ്രാജ്യത്വം ചെയ്തത്. അന്ന് പലരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. ഖുർആനെ നേരിട്ട് സമീപിക്കണമെന്ന് പറയുന്നത് നല്ലതല്ലേ, ഖുർആൻ പഠിക്കണമെന്നല്ലേ പറയുന്നത് എന്നാണ് എല്ലാവരും ധരിച്ചു വച്ചത്. പക്ഷേ ഖുർആൻ സ്വന്തമായി മനസ്സിലാക്കാൻ ഈ രാജ്യത്തിലെ എല്ലാവരും അങ്ങ് തുനിഞ്ഞപ്പോ സ്വാഭാവികമായും ഖുർആനിനെ പഠിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന 15 ലക്ഷത്തോളം ഹദീസിന്റെ വ്യാഖ്യാനങ്ങളെ അറിയാതെ അവഗണിച്ചുകൊണ്ട് നേർക്കുനേർ പഠിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഖുർആനിന്റെ യഥാർത്ഥ രൂപമല്ല എന്ന് മാത്രം, ഖുർആനുമായി ബന്ധമില്ലാത്ത അപകടകരമായ രൂപമാണ്. ആ രൂപം നമ്മുടെ രാജ്യത്ത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ മാത്രം നമ്മുടെ രാജ്യത്ത് ജിഹാദി സംഘടനകൾ രൂപപ്പെട്ടു വരുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്, സാമ്രാജ്യത്വം ലോകത്ത് സാമ്പത്തിക വിപണനം ഭംഗിയാക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഇസ്ലാമിക് ഭീകരതയ്ക്ക് അവർ 2 പ്രസ്ഥാനങ്ങളെ ആദ്യമായി രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. അതിലൊന്ന് വഹാബിസമാണ്. ഇവിടെ അതുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് പരിചയമുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും പലരും ധരിച്ചു വെക്കാറുള്ളത് വഹാബിസം എന്ന് പറയുമ്പോൾ ഇസ്തിഹാസയും തവസ്സുലും കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്തിഹാസയോ തവസ്സുലോ കുനൂത്തോ കൂട്ടുപ്രാർത്ഥനയോ മഹാരഥന്മാരോടുള്ള സഹായാർത്ഥനയൊന്നും വഹാബികൾക്ക് വിരോധമുള്ള ഒരു വിഷയമല്ല. എന്തുകൊണ്ട്? ഓർത്തു നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരേ കുടുംബത്തെ പോലെ ജീവിക്കുന്നവരാണെന്ന് മാത്രമല്ല, ജീവിക്കേണ്ടവർ കൂടിയാണ്. അങ്ങനെ ജീവിക്കുന്ന നമ്മൾ, അയൽ വീട്ടിലുള്ള ഒരു ജോസഫ് കയറി വരുന്നു നമ്മുടെ വീട്ടിൽ ഒരു ദിവസം. നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല ജോലിയുള്ള ചെറുപ്പക്കാരൻ, നല്ല അന്തസ്സുള്ള വീടുള്ള ചെറുപ്പക്കാരൻ, നല്ല സൗമ്യമായ കുടുംബമുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വന്ന് സന്തോഷപൂർവ്വം
അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. എന്താണ് ആവശ്യം? അബ്ദുറഹിമാൻ ഹാജി, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റസിയയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നു. അവളെ എനിക്ക് കല്യാണം ചെയ്തു തരണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊക്കില്ല. അവൾക്കാണെങ്കിൽ ഞാനല്ലാത്തൊരു ഭർത്താവിനെ ചിന്തിക്കാനും കഴിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അതുകൊണ്ട് എന്നോട് ദയവ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ജോസഫിന് നിങ്ങളെ മകളെ കല്യാണം ചെയ്തു കൊടുക്കുമോ? കൊടുക്കുമെന്ന് പറയുന്ന ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? ഇല്ലല്ലോ. എന്തേ കാരണം? എന്താണ് ജോസഫിന് കുറവുള്ളത്? ഭംഗിയില്ലേ? ഉണ്ടല്ലോ. ആരോഗ്യമില്ലേ? ഉണ്ടല്ലോ. ജോലിയില്ലേ? ഉണ്ടല്ലോ. വാഹനമുണ്ടല്ലോ. വീടുണ്ടല്ലോ. സ്വഭാവ ശുദ്ധിയുള്ളവനാണല്ലോ. എല്ലാം തികഞ്ഞവനാണല്ലോ. ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന ഒരു അബദ്ധമല്ലാതെ മറ്റൊന്നും ജോസഫിന് നമുക്ക് നൽകാനില്ലല്ലോ. ഇതേ ശിർക്കാണ് സുന്നികളായ നമ്മൾ ഇസ്തിഹാസ ചെയ്യുമ്പോ, മൗലിദ് ഓതുമ്പോ, അദാദ് ചെല്ലുമ്പോ, കുതുബിയത്ത് ചെല്ലുമ്പോ, നേർച്ച കഴിക്കുമ്പോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകാരൻ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകാരന്റെ മകളെ ഈ ശിർക്ക് ചെയ്യുന്ന, അദാദ് ചെല്ലുന്ന, റാത്തീബ് ചെല്ലുന്ന, മൗലിദ് ഓതുന്ന ആൾക്ക് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് നമ്മോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വന്ന പ്രസ്ഥാനമല്ല വഹാബിസവും ജമാഅത്തെ ഇസ്ലാമിയും. അവർക്കതിലൊട്ടും വിശ്വാസവുമില്ല. പിന്നെ സ്വാഭാവികമായും അമേരിക്ക, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇറാഖിനെ തകർക്കാൻ പറഞ്ഞത് എന്താണ്? സദ്ദാമിന്റെ ഏകാധിപത്യത്തിൽ കിടന്ന് ഇറാഖികൾ ഞെരിയുകയാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വായു കൊടുക്കണമെന്നാണ്. പക്ഷെ കൊടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ വായു തന്നെയല്ലേ? ഇറാഖികൾ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലല്ലേ? ഇറാഖികൾ സ്വാതന്ത്ര്യത്തിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സദ്ദാമിനെ ആദ്യമായി അട്ടിമറിച്ച ദിവസം ഇറാഖികൾ നൃത്തമാടുന്ന വീഡിയോ ചിത്രങ്ങളാണ് ലോകത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചത്. പക്ഷെ ആ നൃത്തമാടിയ ഇറാഖികളൊക്കെ ഇന്ന് എവിടെയാണ്? അഫ്ഗാനിൽ പറഞ്ഞെന്താണ്? താലിബാന്റെ കരാളഹസ്തങ്ങളിൽ കിടന്ന് പടയുന്ന താലിബാനികളെ രക്ഷപ്പെടുത്താൻ രക്ഷകരായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന് അമേരിക്ക പറഞ്ഞത്. പക്ഷെ രക്ഷയാണോ ഉണ്ടായത്? ഞാനിവിടെ പറയുന്നത് ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും ഒക്കെ ഇസ്തിഹാസയും തവസ്സുലും കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ വഹാബിസവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ രണ്ടു ഭീകര പ്രസ്ഥാനങ്ങളാണ്. ഇസ്ലാമിക് ജിഹാദി സംഘടനകളാണ്. ഇത് താഹിർ സക്കാഫി പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംഘടനാ സംഘത്വത്തിന്റെ വിലയിരുത്തലാവാം. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ ഡോക്ടർ ദാഹിയ കദ്ദൂറയെ വായിക്കുക. അവൾ കേരളക്കാരിയല്ല, ഇന്ത്യക്കാരിയല്ല. ലോക പ്രശസ്ത എഴുത്തുകാരിയായ ഡോക്ടർ ദാഹിയ കദ്ദൂറ അറേബ്യൻ ഹിസ്റ്ററിയിൽ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട് വഹാബിസം എങ്ങനെയാണ് അറേബ്യൻ കൺട്രിയിൽ കടന്നു കയറിയത് എന്ന്. അതിൽ അവൾ ഒരുപാട് രൂപങ്ങൾ നൽകുന്നു. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ പറയുന്നത്, ജിയാദിലേക്ക് വഹാബിസം കയറി വരുന്ന രംഗം ഡോക്ടർ ദാഹിയ കദ്ദൂറയും ഡോക്ടർ അബ്ദുൽ ലത്തീഫും വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാ വിശദീകരിക്കുന്നത്? ആ പ്രദേശത്തേക്ക് കയറി വന്നു. അവിടെയുള്ള കണ്ണിൽ കണ്ട മുഴുവൻ മനുഷ്യരെയും കൊന്നു. വീട്ടിൽ കയറി മുഴുവൻ സ്ത്രീകളെയും കൊന്നു. പ്രായം ചെന്നവരെ കൊന്നു. കൊച്ചു കുട്ടികളെ കൊന്നു. എല്ലാ വിഭാഗം ആളുകളെയും കൊന്നൊടുക്കി. ഓർത്തു നോക്കൂ നിങ്ങൾ, ആശുപത്രിയിലേക്ക് കയറി ആശുപത്രിക്കകത്ത് കിടന്ന് പടയുന്ന ഗർഭിണികൾ, പ്രസവവേദന കൊണ്ട് പടയുന്ന ഗർഭിണികളെ നിഷ്ഠൂരമായി വെട്ടിമുറിച്ചു. മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം ജനിച്ചിരിക്കുന്ന ചോര പൈതങ്ങളെ എടുത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു. ജിയാദിൽ ജീവനുള്ള ഒരു മനുഷ്യനും ബാക്കിയില്ലാത്ത ഒരവസ്ഥയുണ്ടാക്കിയിട്ടാണ് വഹാബിസം ജിയാദിലേക്ക് കടന്നു കയറുന്നത്. ഇത് പറയുന്നത് ഡോക്ടർ ദാഹിയ കദ്ദൂറയാണ്. പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് ഇഹ്റാം ചെയ്തു വന്നിരിക്കുന്ന 12,000 ഹാജിമാരെ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ വെട്ടിനുറുക്കി ആ മക്കയിലെ പട്ടികൾക്ക് ഒരു മാസക്കാലം തീറ്റ കൊടുത്ത വിഭാഗമാണ് വഹാബികൾ. ഡോക്ടർ ദാഹിയ കദ്ദൂറ പറയുന്നു. ഞാനൊരു ഗണ്യന പ്രസംഗത്തിന് വേണ്ടിയല്ല ഇത് പറയുന്നത്, മറിച്ച് നാം ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ഈ വഹാബി മൂഷയിൽ രൂപപ്പെട്ടു വന്ന അമേരിക്കയുടെ പ്രൊഡക്റ്റാണ് ബില്ലാദൻ എന്ന് പറയുന്നത്. ബില്ലാദന് ലോകത്ത് ആദ്യമായി സംഭാവന ചെയ്തിരിക്കുന്നത്, ഗറില്ല യുദ്ധം പഠിപ്പിച്ചിരിക്കുന്നത് USA-യുടെ ഉത്തരവാദപ്പെട്ട CIA ആണ്. ഉത്തരവാദപ്പെട്ട രഹസ്യ വിഭാഗം നേതൃത്വമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. അതുപോലെ ലോകത്ത് മറ്റൊരു ഭീകരവാദിയായി അവർ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന സവാഹരിയെ, മറുഭാഗത്ത് രൂപപ്പെട്ടു വരുന്ന താലിബാനെ ഒക്കെ ജന്മം നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹാബിസമാണ്. ഞാൻ പറയട്ടെ, അമേരിക്കയുടെ കളിയുടെ ഒരു ചെറിയ ചിത്രം.
ഇപ്പോൾ അമേരിക്ക വല്ലാതെ ഉയർത്തിക്കാണിക്കുന്ന സാമ്രാജ്യത്വം ഉയർത്തിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണല്ലോ താലിബാൻ. താലിബാന്റെ മുല്ല ഉമറിന് ആദ്യമായി ആയുധ പരിശീലനം നൽകിയിരിക്കുന്നത് ബേനസീർ ഭൂട്ടോയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽപ്പെട്ട ഒരാളായിരുന്നു. എന്തേ കാരണം? അന്ന് ബേനസീർ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനെ തന്നെ വിഴുങ്ങാനിരിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന സദ്ദാമിനെ അവസാനം അമേരിക്ക തന്നെ പിടിച്ചുകൊല്ലുന്ന ചിത്രം നമ്മൾ വായിച്ചതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ലോക രാഷ്ട്രങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് ആയുധ വിപണനം നടക്കണമെങ്കിൽ തീർച്ചയായും സ്ഫോടനങ്ങൾ ഉണ്ടാവണം, ആക്രമണങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി വിവിധ മതങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ആളുകൾ ആവശ്യമായിരുന്നു. അതിന് അമേരിക്ക രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് വഹാബിസം, മറ്റൊരു പ്രസ്ഥാനമാണ് ഇഖ്വാനിസം. ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നടന്നു വരുന്ന ചാവേർ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾക്ക് മുഴുവനും ഇന്ന് രൂപകൽപ്പന നൽകുന്നതും നേതൃത്വം നൽകുന്നതും ഇഖ്വാനികളാണ്. ഇഖ്വാനിസത്തിന്റെ ഇന്ത്യൻ മുഖമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ഇവിടെ അതുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നത് ശിർക്കാണെന്നാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നത് ശിർക്കാണെന്ന് മാത്രമല്ല, റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങുന്നത് ശിർക്കാണെന്ന് മാത്രമല്ല, വോട്ട് ചെയ്യുന്നതും വോട്ട് പിടിക്കുന്നതും മത്സരിക്കുന്നതും ശിർക്കാണ് എന്നാണ് അബുൽ ആല പറഞ്ഞിരിക്കുന്നത്. ആ അബുൽ ആലയുടെ അംഗീകൃത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബുൽ ആല ഉണ്ടാക്കിയ സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അതേ പേരിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ജമാഅത്ത് കൂട്ടുകാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അബുൽ ആലയെ അംഗീകരിക്കുന്ന, അബുൽ ആല പഠിപ്പിച്ച ഭരണഘടന സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയാണ് സിമി. ആ സിമിയുടെ പുതിയ രൂപമാണ് ഈ കേരളക്കരയിൽ പുതുതായി രൂപപ്പെട്ടു വരുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ. ഞാനിത് പറയുന്നത് ലോകരാഷ്ട്രങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ഇസ്ലാമിനെ, മറുഭാഗത്ത് ഹിന്ദു മതത്തെ, മറുഭാഗത്ത് ക്രിസ്തു മതത്തെ ഭംഗിയായി ദുരുപയോഗം ചെയ്യുകയാണ് സാമ്രാജ്യത്വം. പക്ഷേ ഈ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം കളികളെ മുഴുവനും അതിജീവിച്ചുകൊണ്ട് ലോകത്ത് 98% വരുന്ന മനുഷ്യ മക്കളാകുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പോഴും സമാധാനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. മുഴുവൻ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഗുണകരമായ വശമാണ് ഇന്ന് ലോകത്ത് ഭീകരവാദികൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ഉസ്താദിന് ഈ അടുത്ത് സൗദി അറേബ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് മതപരമായി സമൂഹത്തെ മുന്നേ നടത്തിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തം വഹിച്ചു എന്ന കാരണം കൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പണ്ഡിതൻ എന്ന രൂപത്തിൽ കാന്തപുരം ഉസ്താദിന് സൗദിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ അവാർഡ് ലഭിച്ചപ്പോ അതിലെ പണം കാന്തപുരം ഉസ്താദ് ഉടനെ ചെലവഴിച്ചത് രാഷ്ട്രത്തിന് വേണ്ടി ഭീകരവാദികൾക്കെതിരെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിരിക്കുന്ന ജവാന്മാർക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു, അവരുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ ഭീകരവാദം, ഈ ഭീകരവാദികൾക്കെതിരെ മുസ്ലിം ലോകം സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടിച്ചുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം ലോകവും ഹിന്ദു ഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷവും ഇപ്പോഴും ഇസ്ലാമിക സമൂഹത്തോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ ഇവിടെ പറയുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടും അമേരിക്ക കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഫ്രാൻസ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ലോക രാഷ്ട്രങ്ങൾ മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇനി ലോകം അനുഭവിക്കുന്ന ഈ വലിയ പ്രയാസത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രായോഗികമായ മാർഗം എന്താണെന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മതത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ഞാനൊരു 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും. അതിന് സാധിക്കാത്തൊരവസ്ഥാവിശേഷമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അമേരിക്ക ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഡോക്ടർ റോബർട്ടിനെയാണ്.
UNO ഏൽപ്പിച്ചിരിക്കുന്നത് 7 ഇടതുപക്ഷ ബുദ്ധിജീവികളെയാണ്. ഇവരെല്ലാവരും നിരന്തരമായി പഠനത്തിന് വിധേയമാക്കി ലോകത്തോട് പറയുന്നത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച്, ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച്. ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഇനി സാധിക്കുന്ന ഏക മാനിഫെസ്റ്റോ അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണെന്ന് ഡോക്ടർ റോബ്രോട്ടും അതുപോലെ തന്നെ 7 ഇടതുപക്ഷ UNAയുടെ ഉത്തരവാദപ്പെട്ട ബുദ്ധിജീവികളും മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഓ മനുഷ്യ വിഭാഗമേ, നിങ്ങൾക്ക് വന്നാൽ മിന്നി നിങ്ങളുടെ സിട്ടാവായ എന്നിൽ നിന്ന് അൽഹുദ ജീവിത ദർശനം വന്നാൽ ഫമൻ തബിയ ഹുദായ എങ്ങനെയാണ് സാമ്പത്തികമായി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതെന്നും വളരേണ്ടതെന്നുമുള്ള എന്റെ സമ്പൽ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടാനില്ല, വലാഹും യഹ്സനൂൻ അവർക്ക് ഖേദിക്കേണ്ടി വരികയുമില്ല. എന്താണ് ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥിതി? വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാം പറയുന്നത് പണമുണ്ടാക്കുവാനാണ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഭൗമലോകത്ത് ഞാൻ ജീവിച്ചു വീണിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ജീവിക്കാതെ വയ്യ. വഫിൽ ആഖിറതി ഹസന, മരണാനന്തര ലോകത്തും എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഭൗമലോകത്ത് സുഖകരമായ ജീവിതം തരണം, മരണാനന്തര ലോകത്തും സന്തോഷകരമായ ജീവിതം തരണം. അല്ലാഹുമ്മ അസ്ലിഹ് ദുനിയാനല്ലതി ഫീഹാ മആശുനാ വഅസ്ലിഹ് ആഖിറതനല്ലതി ഫീഹാ മആദുനാ. വിവിധ മതങ്ങളുമായി ഇസ്ലാം വേർതിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത്. പല വീക്ഷണങ്ങളും ഭൗതിക ലോകത്തെ ഈ ഭൂമി ലോകത്ത് സ്വർഗമാക്കാൻ മാത്രം ശ്രമിച്ചു. പലരും ഭൗതിക ലോകം മറന്നു മരണാനന്തര ലോകത്തെ കുറിച്ച് മാത്രം സംവദിച്ചു. അതേ സമയത്ത് അല്ലാഹുമ്മ അസ്ലിഹ് ദുനിയാനല്ലതി ഫീഹാ മആശുനാ, നാഥാ ഞാൻ ഇവിടെയാ ജീവിക്കുന്നത്, എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത ഈ ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ശുദ്ധവായു വേണം, കുടിക്കുവാനുള്ള ശുദ്ധവെള്ളം വേണം, താമസിക്കുവാൻ അടിപൊളി വീട് വേണം, നല്ല ടവേര കാറ് വേണം, ഒന്നുകൂടി ഭംഗിയായാൽ എനിക്ക് ഒന്നുകൂടി പക്വതയുള്ള സന്തോഷമുള്ള കുടുംബം വേണം. അങ്ങനെ എനിക്ക് അടിച്ചു പൊളിച്ചൊരു ജീവിതം ഈ ഭൗമലോകത്ത് തരണം. വഫിൽ ആഖിറതനല്ലതി ഫീഹാ മആദുനാ, മരണാനന്തര ലോകത്തും എനിക്ക് സുഖകരമായ ഒരു ജീവിതം വേണം റബ്ബേ എന്ന ഒരു തിയറിയാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിക്കുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കേസ്. എന്താ കേസ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരത്തെ കുറിച്ച് ഒരു തവണ ആയിഷ ബീവിയോട് ചോദിച്ച ഒരു കൂട്ടം സ്വഹാബികൾ. എന്തിന്? അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണോന്ന് കരുതിയിട്ട്. ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വീണ്ടും എണീക്കും, നിസ്കരിക്കും, വീണ്ടും ഉറങ്ങും, വീണ്ടും നിസ്കരിക്കും, എല്ലാം കൂടിയതാണ് ഹബീബിന്റെ ജീവിതം എന്ന് പറയുമ്പോ സ്വഹാബികൾക്കിടയിൽ ചർച്ചയായി, ഓ അത് അള്ളാഹുവിന്റെ ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹിയ ചെയ്ത് ഒരു ദോഷം ചെയ്യില്ലെന്ന് മാത്രമല്ല, ചെയ്യുകയാണെങ്കിൽ പോലും അള്ളാഹു അത് ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന മഹാന. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് അങ്ങനെയൊക്കെ മതി, നമ്മൾ അങ്ങനെയല്ല, തെറ്റുകൾ വന്നു പോകുന്നവരാ, അതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ കിടന്നുറങ്ങുന്ന പ്രശ്നമില്ല, ഇന്നു മുതൽ ഞാൻ ഭാര്യയെ സമീപിക്കുന്ന പ്രശ്നമില്ല, ഞാൻ 24 മണിക്കൂറും ആ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് മാത്രമായി ഒഴിഞ്ഞുകൂടുകയാണ് എന്നങ്ങ് തീരുമാനം വരുന്നു. ഇസ്ലാമിന്റെ ശൈലി എന്താ? ഇസ്ലാമിന്റെ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹൈന്ദവ സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശപിക്കുന്നവരുണ്ട്. ഹൈന്ദവ മതത്തിൽ ഒരാൾക്ക് ദൈവവുമായി അടുക്കാൻ ആദ്യം ചെയ്യേണ്ടത് ബ്രഹ്മചാര്യം സ്വീകരിക്കുകയാണ്, വിവാഹം ഉപേക്ഷിക്കുകയാണ്. ക്രിസ്തു മത സുഹൃത്തുക്കൾ എന്റെ ശബ്ദം ശപിക്കുന്നവരുണ്ട്. ക്രൈസ്തവ മതത്തിൽ ഒരാൾക്ക് ദൈവവുമായി ഏറ്റവും അടുക്കാനുള്ള മാർഗം എന്താണ്? അച്ഛനാവുകയാണ്, കന്യാസ്ത്രീയാവുകയാണ്, വൈവാഹിക ജീവിതം ഉപേക്ഷിക്കുകയാണ്. അതേ സമയത്ത് ഇസ്ലാമിലോ? ഇസ്ലാമിൽ നോക്കൂ നിങ്ങൾ, ഇസ്ലാം പറയുന്നത് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഖറ സുലുസൈദീനി, ആരെങ്കിലും കല്യാണം കഴിച്ചാൽ, വിവാഹിതനായാൽ തന്റെ സിട്ടാവുമായുള്ള ബന്ധത്തിന്റെ 2/3 ഭാഗവും വൈവാഹിക ജീവിതത്തിലൂടെ അവൻ നേടിയെടുത്തു കഴിഞ്ഞു എന്നാണ്. പ്രോത്സാഹിപ്പിക്കുകയാണ്. മതത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ 2 നേടുന്നത് വൈവാഹിക ജീവിതത്തിലൂടെയാണ് എന്നാണ് ഇസ്ലാം മനുഷ്യനോട് പറയുന്നതേ. കാരണം
മനുഷ്യന്റെ പ്രകൃതിപരമായ വൈകാരികതകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അവസാനം അത് അപകടകരമായ അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും മതനേതൃത്വങ്ങളെ, ഉന്നതമായ നേതൃത്വങ്ങളെ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം ചമയുകയോ ചെയ്യേണ്ട ദുർഗതിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും കൂടി ചെയ്യുമെന്നതുകൊണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മനുഷ്യന്റെ വികാരത്തിന്റെ കൂടെ നിന്നു, മനുഷ്യന്റെ താല്പര്യത്തിന്റെ കൂടെ നിന്നു. ആ മതത്തിന്റെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ അടുത്തു വരൂ, നിങ്ങളെല്ലാവരും നാളെ മുതൽ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. നിങ്ങളെല്ലാവരും നാളെ മുതൽ കിടന്നുറങ്ങാതെ മുഴുവൻ ഇബാദത്തിലായി നിർവഹിക്കാൻ ജീവിതം തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. ഓക്കെ നബിയെ, ഞങ്ങൾ അള്ളാഹുവിൽ രക്ഷപ്പെടാൻ മറ്റു മാർഗം കാണുന്നില്ല. ഉടനെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനല്ലേ സ്വഹാബികളെ നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കീഴ്പ്പെടുന്ന മനുഷ്യൻ? അതേ ഹബീബേ, എന്നാൽ ഞാൻ ഭാര്യമാരെ സമീപിക്കുന്നില്ലേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഞാൻ കിടന്നുറങ്ങുന്നില്ലേ, ഞാൻ ആരാധനയും നിർവഹിക്കുന്നില്ലേ? അങ്ങനെയല്ലാതെ 24 മണിക്കൂറും പള്ളികളുടെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പഴഞ്ചൻ സംസ്കാരമല്ല മനുഷ്യന്റെ പുരോഗമനത്തിന്റെ മാർഗരേഖ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഭൗതിക ലോകത്ത് സുഖകരമായ ഒരു ജീവിതം നയിക്കണം, മരണാനന്തര ലോകത്ത് സുഖകരമായ ജീവിതം നയിക്കുകയും വേണം. ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, നിന്റെ വിലപ്പെട്ട യുവോർജം, ആ യുവോർജം രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. ആ യുവോർജം സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്, വ്യാവസായിക വിപ്ലവത്തിനുള്ളതാണ്, കാർഷിക മുന്നേറ്റത്തിനുള്ളതാണ്. നീ ഒരിക്കലും സുഖീയനായി വീട്ടിലെ AC റൂമിൽ ചടഞ്ഞുകൂടേണ്ടവരല്ല. നിന്റെ വിലപ്പെട്ട യുവോർജത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കാതിരിക്കുകയില്ല. നാളെ മഹ്ശറാലോകത്ത് വരുമ്പോ സെലക്ട് ചെയ്ത ഏതാനും ക്വസ്റ്റ്യനുകളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒരു മനുഷ്യനും തന്റെ കാലുകൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അതിൽ ഒരു ക്വസ്റ്റ്യൻ, നിന്റെ യുവത്വം ഏത് വഴിക്ക് ചെലവഴിച്ചു മോനെ എന്നാണ്. ആ യുവത്വം ഏത് വഴിക്ക് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അത് കാരംസ് തട്ടി ചെലവഴിച്ചു എന്ന് പറയാനൊക്കില്ല, മംഗളം വായിച്ച് ചെലവഴിച്ചു എന്ന് പറയാനൊക്കില്ല, TV കണ്ടിരുന്ന് ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്തൊരു വിവരക്കേടെ അനുജന്മാരെ നിങ്ങൾ ഈ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ ISIOയുടെ ഉത്തരവാദപ്പെട്ട മാധവൻ സാറും ടീമും നമ്മളെ സൂര്യഗോളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. മറുഭാഗത്തോ നിന്നെ തന്നെ ക്ലോൺ ചെയ്ത് കാർബൺ കോപ്പി എടുത്ത് നിനക്കു പകരം നിന്റെ വീട്ടിലേക്ക്, നിന്റെ ഭാര്യയുടെ ചാരത്തേക്ക് ഒരു കാർബൺ മനുഷ്യന് പറഞ്ഞുവിടാനൊക്കെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടക്ക് എന്റെ ഈ അനുജൻ 2 റൂമിന്റെയും നടുക്കിരുന്ന് തല ചൂട് പിടിക്കുന്നതിനറിയോ? 1/2 ഗ്രാം തൂക്കമുള്ള റെഡും ബോൾഡും എങ്ങനെയാണ് കാരംസിന്റെ ബോക്സിനകത്തേക്ക് വീഴ്ത്തേണ്ടതെന്ന് അറിയാതെ തല ചൂട് പിടിക്കുന്ന എന്റെ അനുജനെ ഞാൻ എന്ത് വിളിക്കണം? എന്റെ കൂട്ടുകാർ മനസ്സിനോട് ചോദിച്ചു നോക്കുക, നിങ്ങളെക്കാൾ വിവരദോഷികളായി ഭൂമി ലോകത്ത് മറ്റൊരു ജീവി ജനിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം മനുഷ്യനോട് എന്റെ അനുജന്മാര് ചോദിക്കണം. എന്റെ കൂട്ടുകാരെ, മനുഷ്യന്റെ വിലപ്പെട്ട സമയം ഏത് വഴിക്കാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ഗൗരവമുള്ള സമയമാണ് നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ഭാഗം വിശാലമായി കിടക്കുന്നില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിപരമായ ഏറ്റവും വലിയ കഴിവിനെയും അതുപോലെ തന്നെ കായിക ശേഷിയെയും നാളെ മഹ്ശറാലോകത്ത് ചോദിക്കും. വഅൻ ശബാബിഹി ഫീമ അബ്ലാ. മനുഷ്യ, നിന്റെ യുവത്വമുണ്ടല്ലോ, നിന്റെ സിരകളിൽ ഭംഗിയായി രക്തമൊഴുകുന്ന കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തെക്കുറിച്ച് അല്ലാഹു കൃത്യമായി ചോദിക്കാതെ നിന്നെ വിടുമെന്നു മനസ്സിലാക്കി പോവല്ല. അപ്പൊ ഒരു മനുഷ്യന്റെ എത്ര വലിയ സമ്പന്നന്റെയും ഉത്തരവാദിത്തമാണ് തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക. ഏത് വഴിക്ക് ഉപയോഗപ്പെടുത്തണം? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അതിനേക്കാൾ വലിയ, ആ മഹാനേക്കാൾ വലിയൊരു മുഅ്മിൻ ലോകത്തില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാന് ഭാരം വർദ്ധിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാറുണ്ട്, ഇൽമു പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാറുണ്ട്. പക്ഷേ
ഒരു ദിവസം പള്ളിയിൽ വന്ന ഹബീബിന്റെ ചാരത്തിങ്ങനെ ഇരുന്ന് ഇബാദത്തിൽ മുഴുകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം കച്ചവടത്തിന് പോകുന്നു. ആരായി പോകുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് മദീനയിലെ അറിയപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു, മക്കയിൽ അറിയപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടലല്ല. ചിലരൊക്കെ അങ്ങനെ ധരിക്കലുണ്ട്. ഒക്കെ കൂടി കാണാൻ മാണ്ടും മാറാപ്പും കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഊരിച്ചിട്ടാണ് നടക്കുന്ന കുറച്ച് സാധുക്കൾ. അതിനേക്കാളൊക്കെ എത്ര വലിയ ഇബാദത്താണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ നെഞ്ചുവേദന എടുത്തു വരുമ്പോ അയാൾക്കൊരു ഗുളിക കൊടുത്തിട്ട് ആ നെഞ്ചുവേദന കൊണ്ട് പടയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ പുണ്യമുള്ള ഏത് ഇബാദത്താണ് ഫർള് ഐനായ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്കുള്ളത്? നിർബന്ധമായി നമ്മുടെ ഡോക്ടർമാര് ചിന്തിക്കണം. നാട് മുഴുവനും ചട്ടിയും ബാത്കലുമായിട്ട് ഊരു ചുറ്റുന്ന സംസ്കാരം അത് ഇസ്ലാം പറഞ്ഞതല്ല, അത് ഇസ്ലാമിക വിരുദ്ധ സംസ്കാരമാണ്. മുസ്ലിമിന്റെ ബാധ്യത എന്താണ്? നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ദീൻ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമിനാണോ സിദ്ദീഖ് തങ്ങൾക്കാണോ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നല്ല കർഷകനായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കർഷകനും ബിസിനസ്സുകാരനുമായിരുന്നു. 4 മദ്ഹബിന്റെ ഇമാമുകൾ നോക്കിയാലും നമുക്കത് കാണാം. ഞാനതിലേക്ക് കടക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ പോലും പഠിച്ചു വെക്കാത്തൊരു ഭാഗമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പട്ടാള തലവനായിരുന്നു. പട്ടാള തലവനായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ദറസ് നടത്തുന്ന പട്ടാള തലവന്റെ രംഗം എന്തൊരു രസമുള്ള ചിത്രാരംഗം. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് പോയാൽ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം മനുഷ്യനോട് പറയുന്നത് ഭൗമലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദുകൾ ബിസിനസ്സുകാരായിരുന്നു, പണ്ഡിതന്മാരുമായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങൾ ആലിമീങ്ങളായിരുന്നു, ഒപ്പം തന്നെ കർഷകരായിരുന്നു. അങ്ങനെ ഒരു നല്ല കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. എത്രമാത്രം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയ ഹദീസിൽ കാണാം, നിങ്ങൾ കഴിവുള്ളവൻ ആട് വളർത്തട്ടെ, കഴിവില്ലാത്തവൻ കോഴിയെങ്കിലും വളർത്തട്ടെ. ഹബീബുൽ വറാ റസൂലുള്ളാഹി നരകത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുന്ന, സിറാത്തുൽ മുസ്തഖീമിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് പറയുന്ന, ഹിസാബിന്റെ വിഷമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഹബീബുൽ വറാ റസൂലുള്ളാഹി അതേ നാവുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ കഴിവുള്ളവൻ ആട് വളർത്തട്ടെ, കഴിവില്ലാത്തവൻ കോഴിയെങ്കിലും വളർത്തട്ടെ. കാർഷിക മേഖലക്കോ? കാർഷിക മേഖലക്ക് ഇസ്ലാം നൽകിയ പ്രോത്സാഹനത്തിന് അതിരുണ്ടോ? നിങ്ങളൊരു ചെടി നച്ചുപിടിപ്പിച്ചാൽ ആ ചെടിയിൽ പച്ചില നിലനിൽക്കുന്ന കാലത്തോളം, ഹരിതകം നിലനിൽക്കുന്ന കാലത്തോളം ആ ചെടി നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബികളും ഒരു തവണ ഇങ്ങനെ നടന്നു പോവുക. പെട്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഓടിപ്പോയി ഒരു പച്ച ഈത്തപ്പന മട്ടിലെടുത്ത് 2 ഖബറിന്റെ മുകളിൽ അങ്ങ് കുത്തി വന്നു. നേരെ അങ്ങ് കുത്തിയിട്ട് തിരിച്ചു വരുമ്പോ സ്വഹാബികൾ ചോദിച്ചു, അല്ല എന്താ നബിയെ കാരണം, എന്തിപ്പോ നിങ്ങൾ സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ കരച്ചിലിന്റെ കടുപ്പം ബുദ്ധിയുള്ള നിങ്ങളെങ്ങാനും കേട്ടുപോയാൽ പിന്നെ ബുദ്ധിയോടെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അത്രയും വലിയ കരച്ചിലാണ്. അവരുടെ കാഴ്ചപ്പാടിൽ വളരെ ചെറിയ കാരണമാണ് അതിനുള്ളത്. അല്ലാഹുവിന്റെ അടുക്കലോ ഏറ്റവും കടുപ്പമുള്ള കാരണമാണ്. ഒന്ന്, മനുഷ്യർക്കിടയിൽ തമ്മിലടി ഉണ്ടാക്കാൻ വേണ്ടി നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകളാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. ചില ആളുകൾക്ക് അതൊരു സന്തോഷം. 2 മനുഷ്യന്മാർക്കിടയിൽ അടി ഉണ്ടാവുക, കുഴപ്പമുണ്ടാകുക, പ്രശ്നം ഉണ്ടായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ഒരു മനസ്സുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തേതോ, മൂത്രമൊഴിക്കുമ്പോ മറയിലിരുന്ന് വേണം മൂത്രമൊഴിക്കാൻ.
ആരും കാണാനില്ലെങ്കിലും ഒന്നേക്കാൽ മുഴമുള്ള ഒരു സാധനം മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ മൂത്രമൊഴിക്കാൻ പാടില്ല. മൂത്രമൊഴിക്കുന്ന ഒരു സമയത്ത് കിബിലയിലേക്ക് തിരിഞ്ഞോ കിബിലയിൽ നിന്ന് പിന്തിരിഞ്ഞോ മൂത്രമൊഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കിബിലയിലേക്ക് പിന്തിരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് മുന്തിരിഞ്ഞ് മൂത്രമൊഴിക്കുകയും പിന്തിരിഞ്ഞിട്ട് കാട്ടിക്കുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊക്കെ അറിയുന്നവർ എന്റെ മുന്നിലിരിക്കുന്നവർ. പക്ഷെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ ഏറെ ഗൗരവം മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ ടൈറ്റ് പിറ്റ് പാൻസ്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും കൃത്യമായി ലോകത്തിന് പ്രദർശിപ്പിക്കാവുന്ന ആ വസ്ത്രം എണ്ണ തേച്ച് കയറ്റിയാൽ ഇതങ്ങ് കേറിക്കിട്ടുള്ളൂ, അത്രയും പിറ്റാ. ഈ ടൈറ്റ് പിറ്റ് പാൻസിന്റെ അപകടത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയില്ല. എന്റെ അനുജന്മാരോട് ഞാൻ പറയട്ടെ, കേരളത്തിൽ പുരുഷവന്ധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാവാത്ത പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നു. പലപ്പോഴും ദുആ സമ്മേളനങ്ങളിൽ കൂടുതലായി ദുആ ചെയ്യാൻ വരുന്നത് കുട്ടികൾ ഉണ്ടാവണമെന്നാണ്. എന്തേ കാരണം? ജപ്പാനികൾ ഒരു 1-2 മാസം കൊടും തണുപ്പുണ്ടാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഈ ടൈറ്റ് പിറ്റ് പാൻസ്. അതെന്തേ കാരണം? ആ കൊടും തണുപ്പിൽ ശരീരത്തിന്റെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് മരവിപ്പ് വരും തണുപ്പിന്റെ കടുപ്പം കൊണ്ട്. അതുകൊണ്ട് അകത്തേക്ക് ഒരു അല്പം പോലും കാറ്റ് കയറ്റിവിടാതെ കൃത്യമായി വരിഞ്ഞു കെട്ടി മുറുക്കി വെക്കാൻ വേണ്ടി ജപ്പാനികൾ 1.5 മാസം മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ടൈറ്റ് പിറ്റ് പാൻസ്. പക്ഷെ ഒരു കമ്പനിക്ക് 1.5 മാസത്തിന് മാത്രം വിപണനം നടത്തിയാൽ അത് മുതലാവില്ല. അതുകൊണ്ട് അവർ 3-ാം ലോക രാജ്യങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കറിനോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിനോ കോടികൾ നൽകി ആ 1 മിനിറ്റോ 2 മിനിറ്റോ ആ പാൻസ് ധരിപ്പിച്ചു പത്രങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യിപ്പിച്ചു ഫോട്ടോയ്ക്ക്